ഇന്ത്യയിൽ നിന്ന് കമ്മ്യൂണിസം പൂർണ്ണമായി തുടച്ചു മാറ്റപ്പെടുകയാണോ? 1920 താഷ്കണ്ടിൽ വെച്ചാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കൊള്ളുന്നത്. എം.എൻ. റോയിയുടെ നേതൃത്വത്തിലായിരുന്നു 1920 താഷ്കണ്ടിൽ വെച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകൃതമായത്. പിന്നീട് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന നിലയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി 1925 കാൺപൂരിലാണ് സ്ഥാപിതമാകുന്നത്. തുടർന്ന് 1957 ബാലറ്റ് പേപ്പറിലൂടെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ കേരളത്തിൽ EMS നമ്പൂതിരിപ്പാടിൻ്റെ നേതൃത്വത്തിൽ നിലവിൽ വന്നു. 1964 സോവിയറ്റ് യൂണിയൻ ചൈനീസ് പ്രശ്നങ്ങളെ ചൊല്ലി CPI എന്ന ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രണ്ടായി പിളർന്നു. CPIM എന്നും CPI എന്നും പേരുള്ള രണ്ട് പാർട്ടികളായി വിഭജിച്ച് മാറുകയും ചെയ്തു. ഇതോടെ ഇന്ത്യയിൽ നിന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ സ്വാധീനം ക്രമേണ കുറഞ്ഞു വരുന്നതായി നമുക്ക് കാണാം. പിന്നീട് വീണ്ടും ഒരു പിളർപ്പിന് CPIM സാക്ഷ്യം വഹിച്ചു. സായുധ വിപ്ലവമാണ് ഇന്ത്യൻ ഭരണം പിടിക്കാനുള്ള മാർഗം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിഭാഗം കലാപക്കൊടി ഉണ്ടാക്കുകയും അങ്ങനെ ആ കലാപക്കൊടി ഉയർത്തിയതിൻ്റെ ഭാഗമായി CPIML എന്ന സായുധ സംഘം നിലവിൽ വരികയും ചെയ്തു. പിന്നീട് ഈ സായുധ സംഘങ്ങൾ 1970 വലിയ തോതിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തെ നിയന്ത്രിക്കുന്ന തരത്തിലേക്ക് വളർന്നു. റെഡ് കോറിഡോർ എന്നറിയപ്പെടുന്ന ഒരു സമാന്തര ഇടനാഴി അവർ ഇന്ത്യയിൽ സൃഷ്ടിച്ചു. ചൈന, നേപ്പാൾ തുടങ്ങി ഇങ്ങ് കേരളത്തിൽ വരെ വരുന്ന ആ ഒരു ഇടനാഴി, റെഡ് കോറിഡോർ എന്നറിയപ്പെടുന്ന ഇടനാഴി വഴി ഈ സായുധ സംഘങ്ങൾ മാർക്സിസ്റ്റ്, ലെനിനിസ്റ്റ് അല്ലെങ്കിൽ നക്സലിസ്റ്റുകൾ അല്ലെങ്കിൽ മാവോവാദികൾ എന്ന പല പേരുകൾ അറിയപ്പെടുന്ന വിവിധ സായുധ സംഘങ്ങൾ ഇന്ത്യയിൽ സജീവമായി. ആ നക്സലിസത്തെ പൂർണ്ണമായി അല്ലെങ്കിൽ മാവോവാദത്തെ പൂർണ്ണമായി തുടച്ചു നീക്കും എന്ന് BJP പറയുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ മാർച്ച് മാസം 2026 മാർച്ച് മാസത്തിൽ സമ്പൂർണ്ണ മാവോയിസ്റ്റ് മുക്ത രാജ്യമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ത്യയെ പ്രഖ്യാപിക്കുകയും ചെയ്തു. പിന്നീട് ഇപ്പോൾ നിലവിലുള്ളത് CPIM, CPI എന്നീ രണ്ട് പ്രധാനപ്പെട്ട മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളാണ്. മറ്റ് നിരവധി പാർട്ടികളുണ്ട്. SUCI പോലുള്ള നിരവധി കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ വേറെ ഉണ്ടെങ്കിൽ പോലും മുഖ്യധാരയിൽ ഈ രണ്ട് പാർട്ടികളാണ് ഇടം പിടിച്ചിട്ടുള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പശ്ചിമ ബംഗാളും ത്രിപുരയുമായിരുന്നു ഈ രണ്ട് പാർട്ടികളുടെയും ഒരു കാലത്തെ ശക്തി കേന്ദ്രങ്ങൾ. കേരളം കഴിഞ്ഞാൽ 34 വർഷത്തോളം തുടർച്ചയായി പശ്ചിമ ബംഗാൾ ഭരിച്ച CPIM ഇന്നവിടെ അപ്രസക്തമായ ഒരു പാർട്ടിയായി കഴിഞ്ഞു. ത്രിപുരയിലും CPIMന് ഭരണം നഷ്ടപ്പെട്ടു. അതിലൊക്കെ ആകെ വിപരീതമായി പറയാൻ കഴിയുന്നത് കേരളത്തിൽ മാത്രമാണ്. ത്രിപുരയിലും പശ്ചിമ ബംഗാളിലും CPM തകർന്നടിഞ്ഞപ്പോൾ ഇവിടെ നേരെ വിപരീതമായ കാര്യങ്ങളാണ് സംഭവിച്ചത്. CPIMന് തുടർ ഭരണം നൽകിക്കൊണ്ട് ജനങ്ങൾ CPIMനെയും CPIയെയും നെഞ്ചേറ്റിയ കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അങ്ങനെ 2 തവണ 10 വർഷങ്ങളായി തുടർഭരണമെന്ന ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് പിണറായി വിജയൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാവുകയും ചെയ്തു. അദ്ദേഹം വീണ്ടും മത്സരിക്കാൻ പോവുകയാണ്. ഇവിടെയാണ് നിർണായകമായ ഒരു ചോദ്യം ശേഷിക്കുന്നത്. ഇത്തവണ LDF പരാജയപ്പെട്ടാൽ, അതായത് CPIMും CPIയും പരാജയപ്പെട്ടാൽ ഇന്ത്യയിൽ നിന്ന് കമ്മ്യൂണിസം എന്ന് തന്നെ പറയുന്ന ആശയം തന്നെ പൂർണ്ണമായി ഇല്ലാതാകുമോ എന്നുള്ളതാണ് ആ ചോദ്യം, ആ പ്രസക്തമായ ചോദ്യം. മാവോയിസ്റ്റുകളെ സമ്പൂർണ്ണമായി ഇല്ലാതാക്കി ഇനിയുള്ളത് ഈ ബാലറ്റിലൂടെ നിലനിൽക്കുന്ന CPIയും CPIയുമാണ് എന്നുള്ളതാണ് പ്രധാന കാര്യം. ആ രണ്ട് പാർട്ടികൾ കൂടി കേരളത്തിൽ തകർന്നടിഞ്ഞാൽ ഇന്ത്യയിൽ നിന്ന് തന്നെ കമ്മ്യൂണിസം എന്ന് പറയുന്ന ആശയം അല്ലെങ്കിൽ ഇടതുപക്ഷം എന്ന ആശയം തുടച്ചു നീക്കപ്പെടും എന്നുള്ളതാണ് രാഷ്ട്രീയ നിരീക്ഷകർ കാണുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇനി നമുക്ക് കേരളത്തിലേക്ക് വീണ്ടും മടങ്ങി വരാം. കേരളത്തിൽ CPIMനെ വീണ്ടും നയിക്കാൻ പ്രാപ്തനായി നിൽക്കുന്നത് പിണറായി വിജയൻ മാത്രമാണ്. LDF അല്ലെങ്കിൽ മറ്റാര് എന്നുള്ള ചോദ്യമാണ് പിണറായി വിജയൻ അല്ലെങ്കിൽ CPIM പ്രധാനമായും ഉന്നയിക്കുന്നത്. ഇനി CPIMൻ്റെ പ്രധാനപ്പെട്ട നേട്ടങ്ങൾ എന്താണ് നമുക്ക് പരിശോധിക്കാം. തുടർഭരണം കിട്ടിയ പിണറായി വിജയൻ അല്ലെങ്കിൽ CPIM പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം വികസന പ്രവർത്തനങ്ങളാണ്. അതായത് ആകെ അവർ വാഗ്ദാനം നൽകിയ
900 വാഗ്ദാനങ്ങളിൽ 874 വാഗ്ദാനങ്ങളും പാലിച്ചുവെന്ന് അവരുടെ LDFിൻ്റെ പ്രോഗ്രസ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. അതിലെ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത്, എടുത്തു പറയത്തക്ക ഒരു വികസന നേട്ടം എന്ന് നമുക്ക് പറയാവുന്നത് പൊതുവിദ്യാഭ്യാസ രംഗത്തെ കുതിപ്പാണ്. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് അടച്ചുപൂട്ടേണ്ടിയിരുന്ന ഇത്ര ശതമാനം കുട്ടികളില്ലെങ്കിൽ അധ്യാപകരുടെ ജോലി നഷ്ടപ്പെടുന്ന, കുട്ടികളെ ഓടിച്ചിട്ട് പിടിച്ച് സ്കൂളിലേക്ക് കൊണ്ടുവരേണ്ട ഗതികേട് അധ്യാപകർക്കുണ്ടായിരുന്ന ഒരു കാലം നമ്മൾ മറന്നുകൂടാ. അവിടെ നിന്നാണ് ലോകോത്തര നിലവാരത്തിലേക്കുള്ള പൊതുവിദ്യാഭ്യാസ രംഗം കേരളത്തിൽ ഈ 10 വർഷത്തിനിടയിൽ കെട്ടിപ്പൊക്കാനായത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു നേട്ടമായി CPIM-ഉം അതേപോലെ തന്നെ മൗനമായി തന്നെ LDFിനെ പ്രതികൂലിക്കുന്നവരും കാണുന്ന ഒരു കാര്യമാണ്. മറ്റൊന്ന്, നമുക്ക് കൺമുന്നിൽ കാണാവുന്ന വികസന പ്രവർത്തനങ്ങൾ, അതിലെ ഏറ്റവും തടസ്സമായി നിന്ന ഒരു കാര്യം ദേശീയ പാതയ്ക്ക് വേണ്ടി സ്ഥലം ഏറ്റെടുക്കാനുള്ള ഒരു പ്രയാസമായിരുന്നു. അത് വളരെ ഭംഗിയായി പ്രതിഷേധങ്ങൾക്കൊക്കെ വിരാമം വിട്ടുകൊണ്ട് പിണറായി സർക്കാരിന് ആ സ്ഥലം ഏറ്റെടുക്കാൻ കഴിയുകയും അത്തരത്തിൽ ദേശീയ പാതയും തീരദേശ പാതയും മലയോര പാതയും യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഗെയിൽ പദ്ധതി, ഉമ്മൻചാണ്ടിയുടെ കാലത്ത് വലിയ പ്രതിഷേധം ഉയർന്ന ഗെയിൽ പദ്ധതിയെ വളരെ നിശബ്ദമായി തന്നെ സമ്പൂർണ്ണമായി നടപ്പിലാക്കാൻ പിണറായി വിജയന് കഴിഞ്ഞു. അതേപോലെ K-ഫോൺ അടക്കമുള്ള നിരവധി പദ്ധതികൾ, കോവിഡിനെ പ്രതിരോധിച്ച രീതി, നിപ്പയെ പ്രതിരോധിച്ച രീതി തുടങ്ങിയിട്ടുള്ള ആരോഗ്യരംഗത്തെ വലിയ മുന്നേറ്റങ്ങൾ, ഇതൊക്കെയാണ് LDF പ്രധാനമായും എടുത്തു കാട്ടുന്ന വികസന മുന്നേറ്റങ്ങൾ. മറ്റൊന്ന്, LDFിനെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യം, കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിൽ, അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും LDFിന് ഉണ്ടായ 10 വർഷത്തിനിടയിൽ ഉണ്ടായിട്ടുള്ള വലിയ തിരിച്ചടികളാണ് ഉണ്ടായിട്ടുള്ളത്. ഈ 2 തോൽവികൾ LDFിനെ വീണ്ടും ഭയപ്പെടുത്തുന്നു. അതേ ഘടകങ്ങൾ തന്നെ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളത് LDFിൻ്റെ പരാജയ ഭീതി കൂട്ടുന്ന ഒരു കാര്യമാണ്. മറ്റൊന്ന്, പിണറായി വിജയന് ശേഷം പിന്നെ ആര് എന്നുള്ള ചോദ്യം മുന്നണിയിൽ ഉയരുന്നുണ്ട്. 82 വയസ്സുള്ള പിണറായി വിജയനാണ് ഇപ്പോൾ മത്സരിക്കുന്ന ഏറ്റവും പ്രായം കൂടിയ സ്ഥാനാർത്ഥി എന്നുകൂടി കരുതേണ്ടതുണ്ട്. അദ്ദേഹം 10 വർഷം ഭരിച്ചിട്ട് മാന്യമായി ഒഴിഞ്ഞു കൊടുത്തിരുന്നുവെങ്കിൽ, ഒരു 2ാം നിര നേതൃനിരയെ അദ്ദേഹം വന്നിരുന്നുവെങ്കിൽ തീർച്ചയായും ഇത്തരം ഒരു പ്രതിസന്ധി ഉണ്ടാകുമായിരുന്നില്ല. പിണറായി വിജയനെ എതിർക്കുന്ന വലിയൊരു നിശബ്ദ വിഭാഗം പാർട്ടിയിലുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. ആ വിഭാഗത്തെ നേരത്തെ VS അച്യുതാനന്ദനാണ് പ്രതിനിധീകരിച്ചത്. ഇപ്പോൾ VSന്റെ അഭാവത്തിൽ അവരെ പ്രതിനിധീകരിക്കാൻ മറ്റൊരു നേതാവില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ് ബാക്കി നിൽക്കുന്നത്. പക്ഷേ അതൃപ്തി നിറഞ്ഞ ഒരു വലിയ വിഭാഗം CPM പ്രവർത്തകർ ആ പാർട്ടിക്കുള്ളിൽ ഉണ്ട് എന്നുള്ളത് LDFിനെയും പ്രത്യേകിച്ച് CPM-നെയും പരാജയ ഭീതിയിലാഴ്ത്തുന്ന ഒരു ഘടകമാണ്. ഇത്തവണ LDF പരാജയപ്പെട്ടാൽ, അതായത് CPIM-ഉം CPI-യും പരാജയപ്പെട്ടാൽ ഇന്ത്യയിൽ നിന്ന് തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ തുടച്ചു നീക്കപ്പെടും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. കാരണം കേരളത്തിൽ മാത്രമാണ് CPM-ന്റെ ഏറ്റവും സജീവമായ ഘടകം. കാരണം അവർക്കിവിടെ ബീഡ് തെറുപ്പ് സംഘങ്ങൾ മുതൽ അമ്യൂസ്മെൻറ്റ് പാർക്കുകളും അതേപോലെ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രികളും അടക്കമുള്ള വലിയ സാമ്പത്തിക സംവിധാനം CPIM-നുണ്ട്. ബ്രാഞ്ച് തലം മുതൽ സംസ്ഥാന തലം വരെയുള്ള സ്വന്തമായി സ്ഥലവും ഓഫീസുമുള്ള ഒരുപക്ഷെ ഇന്ത്യയിലെ തന്നെ പാർട്ടി കേരളത്തിലെ CPM ആയിരിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. അത്തരത്തിലൊരു സമാന്തര സമ്പദ് വ്യവസ്ഥയുള്ള ഒരു സമാന്തര ഭരണകൂടം എന്ന് പറയാവുന്ന ഒരു പാർട്ടി CPM-ആണ്. പക്ഷേ തെരഞ്ഞെടുപ്പിലെ പരാജയം CPM-നെ വല്ലാതെ തളർത്തും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. മാത്രമല്ല, പിണറായി വിജയന് ശേഷം CPIM-ന്റെ ഭാവി ഒരുപക്ഷെ പരാജയപ്പെട്ടാൽ ആരായിരിക്കും CPM നേതൃത്വം ഏറ്റെടുക്കുക? ഏറ്റവും ജനകീയനായിട്ടുള്ള പിണറായി വിജയനെ പോലെ പവർഫുൾ ആയിട്ടുള്ള, പാർട്ടിയിലും ഭരണത്തിലും ഒരേപോലെ പിടിമുറുക്കാൻ കഴിയുന്ന ഒരു നേതാവില്ല എന്നുള്ളതും CPIM-നെ അലട്ടുന്നു. ചുരുക്കത്തിൽ ഇത്തവണ LDF പരാജയപ്പെട്ടാൽ കമ്മ്യൂണിസം എന്ന് പറയുന്ന ഒരു ആശയം തന്നെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ പൊതുമണ്ഡലത്തിൽ നിന്നും ഇല്ലാതാവുകയാണ് എന്നുള്ള യാഥാർത്ഥ്യം വല്ലാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ അലട്ടുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. i2i ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക. i2i ന്യൂസ്, an eye for truth.